ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മുടെ സദ്യയിലെ ഏറ്റവും ആദ്യം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് പുളിയിഞ്ചി അല്ലേ. പുളിയിഞ്ചി ഇല്ലാതെ എന്ത് ഓണസദ്യ, എന്ത് കല്യാണ സദ്യ അല്ലേ. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി റെസിപ്പി നോക്കിയാലോ. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പുളിയാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ 250 ഗ്രാം പുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള പുളിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ കളറും രുചിയും ഒക്കെ പുളിയിഞ്ചിക്ക് കൂടും. അപ്പോൾ പുളിയൊക്കെ ഞാനിവിടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം നല്ല കുറുക്കിയെടുക്കാം. തിളച്ച് അത് നന്നായിട്ട് ഇരുന്ന് വറ്റണം. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ പുളിയൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് കുറുകി പാകമായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്ക് നുറുക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഈ പച്ചമുളക് ഇതാ ഞാൻ കീറിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 2 ഭാഗങ്ങളാക്കി കീറി എടുത്തിട്ടുള്ള പച്ചമുളക്, പിന്നെ ഏറ്റവും ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി. അപ്പോൾ പുളി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം. അതായത് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാനായിട്ട്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് പിന്നീട് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നീട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പൊന്നും മതിയാവില്ല, അപ്പോൾ 2-3 സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ ഇത് നന്നായിട്ട് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു 750 ഗ്രാമോളം ശർക്കര ഉണ്ടാവും, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ശർക്കരയൊക്കെ അലിഞ്ഞു വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഉപ്പും മധുരവും ഒക്കെ നോക്കും. അപ്പോൾ എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും പുളിയിഞ്ചിക്ക് കൂടുതൽ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ, കുഴപ്പമില്ല. ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, അതിൽ ഒന്നുകൂടെ ഒന്ന് വെള്ളം വരും. അപ്പോൾ ആ വെള്ളമൊക്കെ അടുപ്പത്തിരുന്ന് നന്നായിട്ട് കുറുകി വറ്റി വരുമ്പോഴേക്കും നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റും ഇഞ്ചിയുടെ മണവും ഒക്കെ കൂടി വരുമ്പോഴാണ് പുളിയിഞ്ചിക്ക് ഒരുപാട് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പച്ചമുളകും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റി നന്നായി മൊരിഞ്ഞ് വരണം. ഓണത്തിന് എന്തെല്ലാം സദ്യവട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും പുളിയിഞ്ചി നാരങ്ങ എപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓണത്തിന് കുറേ നാൾ മുമ്പ് തന്നെ, ഒരു 5-6 ദിവസം മുമ്പ് തന്നെ പുളിയിഞ്ചിയും നാരങ്ങയും ഒക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. പക്ഷേ ഇത്തവണ മാത്രം അത് വൈകിപ്പോയി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ആവണം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ. അപ്പം ഇതാ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പുളിയും കൂടെ ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളി കുറുകിയത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പുളി കുറുകിയതൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിയിലേക്ക് തന്നെ ഇത് മാറ്റി കൊടുക്കാം. അത് ഇതിൽ ഇരുന്ന് ഒന്ന് തിളയ്ക്കുമ്പോൾ അതിൻ്റെ രുചിയും മണമൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഓണമായാലും വിഷു ആയാലും എല്ലാ സദ്യകളിലും പ്രിയപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണല്ലോ പുളിയിഞ്ചി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പുളിയിഞ്ചി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്.